ഹലോ മക്കളെ, വെൽക്കം ടു റാൻസ് ലേണിംഗ് പോർട്ടൽ. മക്കളെ, അപ്പോൾ ഡിഫറൻസിയേഷൻ, ഇൻറ്റഗ്രേഷൻ, അപ്ലിക്കേഷൻ ഓഫ് ഡിഫറൻസിയേഷൻ, അപ്ലിക്കേഷൻ ഓഫ് ഇൻറ്റഗ്രേഷൻ, ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഇതാണ് കേൾക്കുമ്പോൾ തന്നെ പല ആൾക്കും കിളി പോവാണ്. ഓക്കെ, കിളി പോകാൻ മാത്രമൊക്കെ ഉണ്ടോ ഈ സാധനം? ഇല്ല, ഇല്ലേ? അത്ര വലിയ സീനുള്ള സാധനങ്ങളൊന്നും അല്ല എന്ത് ഡിഫറൻസിയേഷനാണോ, അപ്ലിക്കേഷൻ ഓഫ് ഡിഫറൻസിയേഷൻ, ഇൻറ്റഗ്രേഷൻ പോലുള്ള സാധനങ്ങൾ. ഒരുപാട് മാർക്ക് നമുക്ക് വളരെ സിമ്പിളായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന കുറേ ക്വസ്റ്റ്യൻസ് എന്തിലുണ്ട്, ഈ ചാപ്റ്ററുകളിലുണ്ട്. അത് ഏതൊക്കെയെന്നുള്ളത് വളരെ സിമ്പിളായിട്ട് സാറ് പറയാം. കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി 9 മാർക്കോളം വെയിറ്റേജ് ഉള്ള സീൻ ആൻഡ് സിമ്പിൾ ചാപ്റ്ററാണ്. ഓക്കെ, അപ്പം ആദ്യം അതിൻ്റെ കണ്ടിന്യൂറ്റി ചോദിക്കും, പിന്നെ നമ്മൾ നേരെ ഡിഫറൻസിയേഷനിലേക്ക് പോകും. ഓക്കെ, ഡിഫറൻസിയേഷൻ്റെ ചോദ്യങ്ങളിലേക്ക് പോകും, ഇതുപോലുള്ള സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങളിലേക്ക് പോകും. ഇതൊക്കെ ലൈവിൽ നമ്മൾ ഡിസ്കസ് ചെയ്യട്ടോ. ലൈവ് കാണാൻ മറക്കരുത് മക്കളെ, ഇതൊക്കെ ലൈവിൽ ഡിസ്കസ് ചെയ്യാനുള്ളതാണ്. ഓക്കെ, അപ്പം ഈ ചോദ്യങ്ങളൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ഇതിൽ എല്ലാ ഭാഗവും നമ്മൾ ടച്ച് ചെയ്യുന്നുണ്ട്. എല്ലാ ഭാഗവും വളരെ കൃത്യമായിട്ട് ഈ ഡിഫറൻസിയേഷൻ്റെ എല്ലാ ഭാഗവും കൃത്യമായിട്ട് ടച്ച് ചെയ്യുന്നുണ്ട്. അത് തന്നെ അപ്ലിക്കേഷൻ ഓഫ് ഡിഫറൻസിയേഷൻ ഒരു 6 മാർക്കിനൊക്കെ ചോദ്യങ്ങൾ വരുന്ന ഒരു ഭാഗമാണ് അപ്ലിക്കേഷൻ ഓഫ് ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇതുപോലെയുള്ള ചോദ്യങ്ങളാണ് അതിൽ നിന്ന് നോർമലി കാണാറുള്ളത്. പിന്നെ അതുപോലെ തന്നെ മാക്സിമ, മിനിമ, ഇൻക്രീസിങ്, ഡിക്രീസിങ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനും ഏതെന്ന് ഉണ്ടാവാറുണ്ട്. നമ്മുടെ അപ്ലിക്കേഷൻ ഓഫ് ഡിഫറൻസിയേഷൻ ഉണ്ടാവാറുണ്ട്. അത് കഴിഞ്ഞാൽ നമ്മൾ നേരെ മെയിൻ ഇൻറ്റഗ്രേഷനിലേക്ക് കടക്കും. ഏതാടാ? ഇൻറ്റഗ്രേഷൻ എന്നുള്ള ചാപ്റ്റർ. ഇൻറ്റഗ്രേഷനിൽ ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. പിന്നെ അത് മാത്രമല്ല, 1 വേർഡ് ക്വസ്റ്റ്യൻസ് ഒരുപാട് ചോദിക്കുന്ന ചാപ്റ്ററാണ് ഇൻറ്റഗ്രേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതെങ്ങനെയൊക്കെ ചെയ്യാമെന്നുള്ളത് സാർ കാണിക്കുന്നുണ്ട്. ഇതാണ് എല്ലാവർക്കും അടുത്ത പ്രശ്നമുള്ള ഒരു ഭാഗം, ഇൻറ്റഗ്രേഷൻ, ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ്. അപ്പോൾ അതിനൊരു സീനും ഇല്ലടാ. അതിന് സിമ്പിളായിട്ട് മാജിക് ട്രയാങ്കിൾ വെച്ചാണ്ട് നമ്മൾ ഇതൊക്കെ കാണാതെ നമ്മൾ പഠിച്ചു വെക്കും. മാജിക് ട്രയാങ്കിളിൻ്റെ അത്രയും സിമ്പിളായിട്ടുള്ളൊരു സാധനമാണ് മാജിക് ട്രയാങ്കിൾ എന്ന് പറയുന്നത്. ഇൻറ്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷനൊക്കെ വളരെ കൃത്യമായിട്ട് പറയാനുണ്ട്. അതുപോലെ തന്നെ ഇതൊക്കെ 1 വേർഡ് ചോദ്യങ്ങളാണ്. ഇൻറ്റഗ്രേഷൻ ബൈ പാർഷ്യൽ ഫ്രാക്ഷന് നമുക്ക് പറയാനുണ്ട്. ഇൻറ്റഗ്രേഷൻ ബൈ പാർട്സ്, അതായത് നമ്മൾ പ്രൊഡക്റ്റ് റൂളിൻ്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാനുണ്ട്. ഇത്രയും ടൈപ്പ് ഓഫ് ഇൻറ്റഗ്രേഷൻ നമുക്ക് ചെയ്യാനുണ്ട്. അത് കഴിഞ്ഞാൽ നേരെ നമ്മൾ അപ്ലിക്കേഷൻ ഓഫ് ഇൻറ്റഗ്രേഷനിലേക്ക് പോകും. ഓക്കെ, അപ്പോൾ സാർ ഇതിൽ ഡെഫിനിറ്റ് ഇൻറ്റഗ്രൽ ഇല്ലേ, അത് നമ്മൾ ഇവിടെ പഠിക്കുന്നുണ്ട്. അപ്ലിക്കേഷൻ ഓഫ് ഇൻറ്റഗ്രേഷനിൽ നമ്മൾ പഠിക്കുന്നുണ്ട് ഡെഫിനിറ്റ് ഇൻറ്റഗ്രൽ. നമ്മൾ ഏരിയ ഓഫ് സർക്കിൾ ഉണ്ട്, ഏരിയ ഓഫ് എലിപ്സ് ഒക്കെ നമുക്ക് അതിൽ മെയിനായിട്ട് ചോദിക്കാറുള്ളത്. പിന്നെ നമുക്ക് ഡിഫറൻഷ്യൽ ഇക്വേഷൻ, ഓർഡർ, ഡിഗ്രി പോലുള്ള ചോദ്യങ്ങളൊക്കെ വന്ന് സിമ്പിളാക്കുന്ന ഒരു സാധനം. അതുപോലെ തന്നെ നമുക്കറിയാം വേരിയബിൾ സെപ്പറബിൾ ഫോം ഉണ്ട്. പിന്നെ ഇൻറ്റഗ്രേറ്റിംഗ് ഫാക്ടർ കൊണ്ട് നമ്മൾ ചെയ്യുന്ന ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ഉണ്ട്. ഈ 2 മെയിനായിട്ട് തന്നെ ചോദ്യങ്ങൾ വരാറുള്ള മക്കളെ. വളരെ കൃത്യമായിട്ട് ക്ലിയർ ആയിട്ട് നിങ്ങൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും സിമ്പിൾ എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ എന്നാലും സിമ്പിളായിട്ട് കുറച്ചൊക്കെ നിങ്ങൾ ഇരുന്ന് വർക്കൗട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, കുറച്ചൊക്കെ ഇരുന്ന് നല്ല വർക്കൗട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ചാപ്റ്റേഴ്സാണ് പറഞ്ഞ 5 ഗോൾഡൻ ചാപ്റ്റേഴ്സ്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യലടാ, അതിനെ മിസ് ചെയ്യരുത്, അത് ഒഴിവാക്കരുത് എന്ന് മാത്രമാണ് പറയാനുള്ളത്. അടിപൊളിയായിട്ട് പഠിക്കുകയാണെങ്കിൽ ലൈവ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും പറ്റും. ഓക്കെ, ആർക്കും പറ്റൂടാ? നിങ്ങൾക്കും പറ്റും. നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ പിന്നെ ആർക്കാടെ പറ്റുക? നിങ്ങളെ കൊണ്ട് പറ്റും. ഓക്കെ, പിന്നെ നമ്മൾ പഠിപ്പിച്ചരുള്ളടാ. ഓക്കെ, ഇന്നും പേരൊന്നും മറന്നില്ല വിചാരിക്കുന്നത്. നമ്മുടെ ലാസ്റ്റ് ലൈവാണ് നടക്കാൻ പോകുന്നത്. എല്ലാവരും എന്ത് ചെയ്യണം? ആ ലൈവിലേക്ക് വരണം എന്നുള്ളത് വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ നമുക്ക് ലൈവിൽ കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.